ശ്രീലേഖ, ഗുഡ് മോർണിംഗ്. ഇതാ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം ട്രംപിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് ഹോർമൂസിലെ ഏതെങ്കിലും വിധത്തിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ ഇറാന്റെ ആണവ നിലയങ്ങളും ഇറാനെ തന്നെ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഭീഷണികൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണിത് ഇപ്പോൾ ഇറാനെതിരെ വ്യാപകമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. എന്താണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത്? ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തുമെന്ന സൂചനകൾ കഴിഞ്ഞ മാസങ്ങളിൽ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആക്രമണത്തെ, അതായത് ഇറാനെ എങ്ങനെയെങ്കിലും മുച്ചൂടും നശിപ്പിക്കുക എന്ന ഒരു ലൈനിലോട്ട്, അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലോട്ടാണ് ട്രംപ് ഇപ്പോൾ കടക്കുന്നത്. ഹോർമൂസിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറാനെ സാമ്പത്തികമായും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിന് ശക്തമായി തിരിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഏറ്റവും വലിയൊരു സൈനികപരമായിട്ടുള്ള നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് വൈറ്റ് ഹൗസ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത. സാമ്പത്തികമായി നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഇറാനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നില്ലെന്നും ഇറാനെ പെട്ടെന്ന് തകർക്കുന്നതിനായി വലിയൊരു സൈനിക നീക്കം നടത്താനാണ് ട്രംപിൻ്റെ നിലവിലത്തെ തീരുമാനമെന്നുമാണ് വൈറ്റ് ഹൗസിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉപരോധങ്ങൾ നിരവധി നിലനിൽക്കുന്നുണ്ടെങ്കിലും, ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നിരവധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാനെ തകർക്കുന്നതിന് അത് മാത്രം പോരായിട്ടും പെട്ടെന്ന്, അതായത് ഹോർമൂസിൻ്റെ അധികാരം എന്നൊരു വിഷയം തന്നെയാണ് അക്ഷയ് ഇപ്പോൾ നിലവിൽ ട്രംപ് പിടിച്ചെടുക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ സൈനികപരമായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് ട്രംപ് നിലവിൽ കടക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന അമേരിക്കയോട് ചായ്വുള്ളതായിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിച്ചാൽ നിശ്ചയമായും അതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇത്തരത്തിൽ ട്രംപ് തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അതിനും വലിയ തിരിച്ചടിക്ക് തങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഇറാന്റെയും ഇത്. സമാധാന ചർച്ചകൾ എന്ന ഒരു വാക്ക് ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകളിലൊന്നും കാണാനില്ല. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആക്രമണം എന്നൊരു സംഭവത്തിലോ പാതയിൽ തന്നെ തുടരുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിലൂടെ വ്യക്തമാകുന്നത്. അക്ഷയ്, ശ്രീലേഖ, പ്രധാനമായിട്ടും ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അത് ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണത്തിനാണോ അമേരിക്കയുടെ ഒരു നീക്കം? ശരിയാണ്. ഇപ്പോൾ നിലവിലത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പുതിയ പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നത്. ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആദ്യം യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞൊരു കാര്യമാണ്, ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൽ നിന്നും ഇറാൻ പിന്മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. പക്ഷേ അത് പിന്നീട് ഈ യുദ്ധം അവസാനിക്കുന്ന ആ ഒരു സമയമായപ്പോൾ അവരത് നിർത്തുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു, അതിൽ നിന്ന് പിന്മാറുന്നൊക്കെ ട്രംപ് തന്നെ ഓരോ കാര്യങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് പിൻവലിക്കുന്നതുമായിട്ടുള്ള ഒരു സമാന ചരിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം എന്തെന്നാൽ സമാധാന ചർച്ചയിലേക്ക് ഉടൻ എത്തുമെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് പിന്നീട് പറഞ്ഞത് ഇല്ല, സമാധാന ചർച്ചയില്ല, ഞങ്ങൾ യുദ്ധമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പിടിച്ചടക്കുന്നതിലൂടെ ഇറാനെ തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമൂസ് പിടിച്ചടക്കുന്നതിനും ഈ ഒരു ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം നടത്തുന്നതിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ട്രംപും വിശ്വസിക്കുന്നത്. പക്ഷേ ഇറാനെ അത്തരത്തിലൊന്നും പിടിച്ചു കെട്ടാനാവില്ലെന്നാണ് പലതരത്തിലുള്ള അതായത് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണ വഴിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് സമാധാന ചർച്ചയിലൂടെ വീണ്ടും, കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധപ്രഖ്യാപനം ഇപ്പോൾ പുതിയ നീക്കങ്ങൾ വരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ക്രൂഡ് ഓയിൽ ബാരലിന് $100
ഡോളറിലേക്കാണ് എത്തിയത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ബാരലിന് $100 എത്തി നിൽക്കുന്നത്. പലതരത്തിലുള്ള സാധനങ്ങൾക്കും വിലക്കയറ്റം എന്നൊരു വിലക്കയറ്റം ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നതോടുകൂടി നമ്മുടെ യുദ്ധത്തിൻ്റെ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ വിലക്കയറ്റവും ലോകത്തെ ആകെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില വർധനവൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിലൊരു സമാധാന ചർച്ചയിലേക്ക് ഇനിയും എത്താനായില്ലെങ്കിൽ ലോകത്തെ പലപ്പോഴായി ഇപ്പോൾ ബാധിച്ചതുപോലെ ഒരു വലിയൊരു വിലക്കയറ്റവും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയും ഇടയാക്കുമെന്നും ലോകത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ അടക്കം പറയുന്നുണ്ട്. എന്നാലും ട്രംപിൻ്റെ പിടിവാശി അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഇറാൻ അംഗീകരിക്കാത്തിടത്തോളം കാലം തങ്ങൾ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അക്ഷയ്, ശ്രീലേഖ, ഒപ്പം ഇതാ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സാഹചര്യം അതെങ്ങനെയാണ്? പ്രധാനമായിട്ടും ഇറാന്റെ പ്രതിരോധം അങ്ങനെയാണല്ലോ, ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസുള്ള മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചടിക്കുക എന്ന പ്രധാനമായിട്ടുള്ള പ്രതിരോധ രീതിയാണ് ഇറാൻ കൈക്കൊള്ളുന്നത് തുടക്കം മുതലേ. അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നു. സാഹചര്യത്തിൽ ഇന്നലെ കുവൈറ്റിലൊക്കെ തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും. അതായത് US-ന്റെ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാളും ഇറാന്റെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തി വരുന്നത്. ഇതിലൂടെ അമേരിക്കയെ പിന്നോട്ടടിക്കാൻ കഴിയുമെന്ന് ഉള്ളൊരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇറാന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ US-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അതുപോലെ തന്നെ US-നെ സമാധാന കരാറിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇറാന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം അതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ US പ്രസിഡന്റ് ഇപ്പോൾ വലിയ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ കടുത്ത പ്രത്യാക്രമണത്തിലേക്ക് കടക്കാനാണ് ഇറാനും തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. അക്ഷയ്, ശരി ശ്രീലേഖ, വ്യക്തമാണ്. എന്തായാലും കലാപകലുഷിതമായി തന്നെ സംഘർഷഭരിതമായി തന്നെ പശ്ചിമേഷ്യ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ട്രംപിൻ്റെ യുദ്ധക്കൊതി അത് അവസാനിക്കുന്നില്ല. ഏത് വിധേനയെങ്കിലും ഇറാനെ കീഴ്പ്പെടുത്തി അവരുടെ സമ്പദ് വ്യവസ്ഥയെ, അവരുടെ ക്രൂഡ് ഓയിലിനെ അടക്കം കൊള്ളയടിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളൊക്കെയാണ് അമേരിക്ക നടത്തുന്നത്.